JRCM എല്ലാവർക്കും നമസ്കാരം. പേര് ശ്രീലത പ്രദീപ്, മല്ലപ്പള്ളിയിൽ നിന്നുമാണ്. ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും എല്ലാ വെള്ളിയാഴ്ചയുമാണ് സെഷൻ പറഞ്ഞിരുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, വ്യാഴമാകുമ്പോൾ എനിക്ക് ഓൾറെഡി 11:30 ഒരു സെഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ ചില കാരണം കൊണ്ട് നാളത്തെ ഒരു സെഷൻ എനിക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് കിസോളിന്റെ ഒരു സെഷൻ എടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയില് കുറച്ച് പേര് കുറെ പ്രോഡക്ട്സ് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഇന്ന പ്രോഡക്ട്സ് എടുക്കണമെന്ന്. അപ്പോൾ വിചാരിച്ചു ഓരോ പ്രോഡക്റ്റ് വെച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കീസോളില്. അത് മാത്രമല്ല, ഇനിയും കുറെ പ്രോഡക്ട്സ് വരാനും ഇരിക്കുന്നു. അപ്പൊ പതിയെ നമുക്ക് ഓരോന്ന് കവർ ചെയ്ത് പോകാം. ഓരോ പ്രോഡക്റ്റിന്റെ പ്രാധാന്യം അറിയാതെ നമുക്കൊരിക്കലും ഒരു എന്താ പറയുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ നമ്മൾ സ്വയം യൂസ് ചെയ്യുകയോ ചെയ്യില്ല. നമ്മൾ ഓരോ പ്രോഡക്റ്റ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ TCGയെ നന്ദിയോടെ ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ പ്രിയങ്ക മാഡത്തിനെ, കീസോള് എന്ന ഒരു പേര് കേൾക്കുമ്പോൾ പോലും ആ നിമിഷം തന്നെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക മാഡം. അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത കുറച്ച് ലീഡേഴ്സ്, ഓരോ നിമിഷവും അവരെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടുള്ള യാത്ര. എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഡേഴ്സിന്റെ ഒരു വലിയ പങ്ക് ഇതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ എന്തെങ്കിലും പഠിപ്പിച്ച ഒരു വ്യക്തി നമ്മുടെ ഗുരുസ്ഥാനത്താണ്, ഗുരുസ്ഥാനീയരാണ് അവരെല്ലാവരും. അപ്പോ അങ്ങനെ ഒരു എന്താ പറയുന്നേ, ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന മൂർത്തി സാറ്, കീസോളുമായിട്ടും പ്രിയങ്ക മാഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകാൻ സാധിച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം സഫീർ മൂർത്തി സാറ് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ മൂർത്തി സാറിനെയും അഖില മാഡത്തിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് റെജിമോൻ സാറാണ്. റെജിമോൻ സാറ് അന്ന് അങ്ങനെ ഒരു എന്താ പറയുന്നേ, RCM കയ്യിലേക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പൊസിഷനുകളൊന്നും എത്താൻ സാധിക്കില്ല. അപ്പൊ സാറിനെയും ഫാമിലിയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. RCM-ൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട്, എന്താ പറയുന്ന ഒരു മെന്റർ എന്ന രീതിയിൽ കൂടെ നിൽക്കുന്ന ബാബു സാറും ജെമിനി മാഡും, ഇവരെയും ഒരു കാരണവശാലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉള്ള എല്ലാ അപ്ലൈൻ ലീഡേഴ്സ്, ജോസ് സാറ്, അലൻ സാറ്, എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ലവ് ലൈൻസിലുള്ള എല്ലാ ലീഡേഴ്സും ഏതെങ്കിലും നിമിഷങ്ങളിൽ ഓരോ കാര്യങ്ങളും, ഒരു ചെറിയ കാര്യം പോലും പറഞ്ഞു തന്ന് അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയോ സഹായിക്കുകയോ പറഞ്ഞു തരികയോ ചെയ്ത് നമ്മളെ തിരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എന്തെന്ന് വെച്ചാൽ, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അത് മാത്രമല്ല, എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സിനെയും, എൻ്റെ സ്വന്തം ടീം ആയിക്കോട്ടെ, എന്നോടൊപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഴുവനും ജനങ്ങളോട് ഒരു വാക്കിൽ, ഒരു ഒറ്റ വാക്കിൽ എനിക്കൊന്ന് നന്ദി അറിയിക്കണം എന്നുള്ളത് മറ്റൊന്നും കൊണ്ടുമല്ല. കീസോള് പ്രിയങ്ക മാഡത്തിന്റെ ട്രാൻസ്ലേഷൻ ഏൽപ്പിച്ച സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്ര വ്യക്തമായിട്ട് എനിക്ക് സപ്പോർട്ട് തന്ന്, എന്റെ ട്രാൻസ്ലേഷൻ കേട്ടിട്ടാണെങ്കിലും സപ്പോർട്ട് തന്ന മുഴുവനും കേരളത്തിലെ ജനങ്ങളാണ്. അവരെ എല്ലാം ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് SDF-ലൂടെ, സരോജ് ദേവി ഫൗണ്ടേഷനിലൂടെ ആ ഒരു NGO ക്രിയേറ്റ് ചെയ്ത സമയം മുതൽ അതിന്റെ ഒരു എന്താ പറയുന്നേ, നേതൃത്വം വഹിക്കാൻ ഉള്ള ഒരു സാധ്യത കൂടെ എനിക്ക് പ്രിയങ്ക മാഡമാണ് എന്റെ കയ്യിലേക്ക് തന്നെ. എന്തായാലും സുഭാഷ് സാറ് പറയാറുണ്ട് പലപ്പോഴും, ഏതൊരു കാര്യത്തിന്റെ ഫസ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. പിന്നീട് നമ്മൾ അവിടുന്ന് മാറിപ്പോയാലും ആ ഒരു പ്രാധാന്യം കിടക്കും ആദ്യത്തെ വ്യക്തി ഇന്നയാളായിരുന്നു. നമ്മുടെ എമറാൾഡ് സുഭാഷ് സാർ പറയുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യത്തെ വ്യക്തി ഞാനായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിന്നാലെ എന്ത് സംഭവിച്ചു, ആരൊക്കെ വന്നു എന്നുള്ളതിലല്ല കാര്യം, ഞാൻ എവിടെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടപ്പോഴും
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും നിമിഷം തോന്നാറുണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇത് നടക്കില്ല. പക്ഷെ അവിടെ നിന്നും ഉയർന്ന് എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മളാണ് അതിന് കാരണക്കാര്. അത് മറ്റുള്ളവരാക്കി തരാൻ അവർക്ക് സംസാരിക്കാനോ അവർക്ക് പറയാനോ മാത്രമേ കഴിയൂ. പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെ ഓർത്തുകൊണ്ട്, അതുപോലെ ശരിക്കും RCM ഫാമിലി ബിസിനസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഫാമിലി ആയിട്ട് ഇൻവോൾവ് അല്ലാത്തവർക്കൊന്നും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്ന് വിജയിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നാറില്ല. എന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കുട്ടികളാണെങ്കിൽ എല്ലാ കാര്യത്തിലും RCMന്റെ ഏത് കാര്യത്തിന് പോകുമ്പോഴും വരുമ്പോഴും അവരുടെ ഒരു സപ്പോർട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും മീറ്റിംഗ്സ്, അടുപ്പിച്ചുള്ള മീറ്റിംഗ്സ് ഉണ്ട്. ഇന്ന് എനിക്ക് 3 എണ്ണം ഉണ്ട്, 3 സെഷൻസ് ഉണ്ട്. ഈ ഒരു സമയങ്ങളിലൊക്കെ മറ്റു കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫാമിലി സപ്പോർട്ട്. പിന്നെ എപ്പോഴും മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഫാമിലിയിൽ നിന്നും ആരുമായിക്കോട്ടെ, ഒരു വ്യക്തിയും കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, സഹോദരനായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാനും വിജയിക്കാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫാമിലി സപ്പോർട്ട് ആണ്. അതിന് ഈശ്വരനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ ഒരു അവസരത്തില് ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീറമാണ്. സീറം പലരും ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് വന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും, സീറം ഇത്രയും വൈകിക്കാൻ കാരണം എന്ന് ഞാൻ ഇടയ്ക്ക് പലപ്പോഴും സീറം എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പം, സീറം മാർക്കറ്റ്, അതായത് നമുക്ക് ഫസ്റ്റ് ടൈം വന്നതിന് ശേഷം അതിന് ഒരു ലാഗ് വന്നു. അതായത് പ്രോഡക്റ്റ് ഇറങ്ങിയ പ്രോഡക്ട്സ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് തീർന്നുപോയി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ പ്രോഡക്റ്റ് കയ്യിൽ ഇല്ലാണ്ട് അത് എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് 2 തവണ വന്ന സീറം ഫുൾ തീർന്നതിന് ശേഷമാണ് എനിക്ക് യൂസ് ചെയ്യാൻ ഒരു സീറം കിട്ടിയത്. അപ്പൊ ഇത് യൂസ് ചെയ്യാതെ പറയാനുള്ള ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരില്ല എന്ന് തന്നെ പറയാം. ശരിക്കും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യണം. എനിക്കിത് പറ്റില്ല, ഇതാരും കൊണ്ടുപോകുകയില്ല, ഇതാരും വാങ്ങില്ല എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു പ്രോഡക്റ്റ് പോലും RCMൽ ഇല്ല. അപ്പോ RCMൽ ഏത് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ശരിക്കും പറഞ്ഞാല് ഇന്നലെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ കണ്ടിട്ടില്ല ഈ പെയിന്റ്, എന്താ പറയുന്നത്, പെയിന്റ് നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നാല് പെയിന്റിന്റെ സ്മെല്ല് കാരണം മാറി പുറത്ത് വന്ന് നിൽക്കും. പെയിന്റ് എടുക്കുന്ന ഷോപ്പിൽ പോയാല്, ഇന്നലെ പെയിന്റിന്റെ ഷോപ്പിൽ പോയി അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കളർ ആഡ് ചെയ്യുന്നത്, അതിനെ പിന്നെ എങ്ങനെയാണ് സെൻട്രിഫ്യൂഗ് ചെയ്ത് അതിന്റെ കളർ മിക്സിങ് ചെയ്യുന്നത്, ഇതൊക്കെ ഇന്നലെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി നമ്മുടെ RCM തുളസി പെയിന്റ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള കാര്യം ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നും കാണാന്. പലപ്പോഴും പലരോടും പല പ്രോഡക്ട്സിനെ പറ്റി പറയുമ്പോൾ പറയും, ഓ ടീച്ചറെ അത് പോവുകയില്ല, ഇത് പോവുകയില്ല, ഇത് ആരും വാങ്ങുകയില്ല, ഇത് ആരും എടുക്കില്ല എന്നുള്ള രീതിയിൽ. അത് നമ്മൾ അതിനെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാണാതെ, ഇതിൽ എന്തുണ്ട്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ അതായത് ഇപ്പം കീസോളി സാധനം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. അത് എത്ര വിലയും ആയിക്കോട്ടെ, ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങി അത് യൂസ് ചെയ്യും. അപ്പോ അത് ശരിക്കുള്ള ഫേസ് സീറത്തിന്റെ വിലയൊക്കെ നിങ്ങൾ നല്ല ഷോപ്പുകളില്, ബ്രാൻഡഡ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ ഫേസ് സീറത്തിന്റെ വില എത്രയാണ്. ഫേസ് സീറത്തെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ പറയും, ഇത് എന്ത് ആവശ്യമാണ് ടീച്ചർ, ഇത് അങ്ങനെ ആരും അങ്ങനെ വാങ്ങില്ല, ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതല്ല, പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? പറഞ്ഞു മനസ്സിലാവില്ല എന്ന് പറയാനും നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നും രാവിലെ ഫേസ് സീറം എന്നും യൂസ് ചെയ്യും. ശരിക്കും അതിൽ നിന്നും വ്യത്യാസം വരും. അത് ഇന്ന് യൂസ് ചെയ്താൽ നാളെ വ്യത്യാസം വരുമെന്നുള്ള പ്രതീക്ഷയിൽ യൂസ് ചെയ്യരുത്. സീറമാണ്, സ്ലോ ആയിട്ടാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. കുറച്ച് സമയം എടുക്കും, 15 ദിവസം, 1 മാസം വരെയൊക്കെ എടുക്കും നമ്മുടെ സ്കിന്നിലുള്ള കുറെ ഇൻപെർഫെക്ഷൻസ് മാറ്റാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മാറ്റം ഫീൽ ചെയ്തതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം
പ്രദീപ് സാറിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ശരിക്കും എന്റെ മുഖത്ത് വന്ന എഫക്റ്റിനെക്കാട്ടി കൂടുതൽ സൺബേൺസിന്റെ ഒരു 2-3 സ്പോട്സ് മുഖത്തുണ്ടായിരുന്നു. അതിൽ നല്ല മാറ്റം ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു. എന്റെ ഫേസിൽ വന്നതിൽ നല്ല മാറ്റം വരുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പറയുന്ന ഉടനെ ആൾക്കാർ പറയുന്ന ഇതാണ്, ഇത് ടീച്ചറെ ആരും വാങ്ങില്ല, ഇത് ആർക്കും അറിയില്ല, ഇത് ഞാൻ കൊണ്ടുപോയാൽ പോകില്ല എന്ന് പറയാൻ നമ്മളൊരു എഫേർട്ട് ഇട്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അതുപോലെ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പലർക്കും തോന്നിയേക്കാം ഈ ഫേസ് സീറം ഒക്കെ ആരും വാങ്ങില്ല, ആര് വാങ്ങാനാ ഇതൊക്കെ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ്. ഞാൻ ഉപയോഗിച്ചിട്ട് ഇനി എന്തോ എടുക്കാനാ എന്നൊക്കെയുള്ള ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്നൊന്ന് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ടൊന്ന് വാങ്ങി യൂസ് ചെയ്യുക. ഇനി ഫേസ് സീറം വേണോ എന്ന് ചോദിച്ചാല് ഫേസ് സീറം ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാല് സീറം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സീറം എന്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊന്നും എന്താ പറയുന്നത്, ആകെ കൂടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിന്റെ സമയത്തായിരിക്കും. ആ കല്യാണ ദിവസം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റില് സീറം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ സീറം പതുക്കെ എഫക്റ്റ് കൊണ്ടുവരുന്ന സാധനമാണ്. ഒരു ദിവസം അങ്ങോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇതിലേക്ക് ഇരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ബ്യൂട്ടീഷ്യനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്റെ ഫേസിൽ ഒരുപാട് സാധനങ്ങളൊന്നും തേക്കരുത്, എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, മുഖക്കുരു വരരുത് ഇതിന് ശേഷം. പക്ഷെ കറക്റ്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 സൈഡിലും ഫേസില് നിറയെ മുഖക്കുരുക്കൾ വന്ന് പഴുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്തൊക്കെയാണ് തേച്ചതെന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫേസ് സീറം 100% നാച്ചുറൽ ആയിട്ടുള്ള ഡെയിലി കെയർ സീറമാണ്. ഇത് എന്നും ഉപയോഗിക്കണം. ഇനി ക്രീം ഉപയോഗിക്കുന്നുണ്ട്, സീറം എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രീം നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു ഇംപെർഫെക്ഷൻസിനെ സ്ലൈറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുമെന്ന്, പുറമേ ഉള്ള കാര്യങ്ങളെ മാറ്റാൻ കഴിയുമെന്നല്ലാതെ ഉള്ളിൽ നിന്ന് ഒരു മാറ്റം ഒരിക്കലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതേസമയത്ത് സീറം ഉപയോഗിച്ച് കഴിയുമ്പം നമ്മുടെ സ്കിന്നിന്റെ ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ഒരു ലെയർ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെ അടുത്ത ലെയർ ഉണ്ട്, എപ്പിഡെർമിസ്, ഡെർമിസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ ലെയേഴ്സില് ഏറ്റവും മുകളിലുള്ള ലെയറിൽ നിന്നും കടന്ന് അകത്തേക്കുള്ള ലെയറിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് ഉള്ളിലാണ് മാറ്റം വരുത്തുന്നത്. അപ്പൊ അത് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോ ഒക്കെ വരാൻ തുടങ്ങും. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡേ കെയർ സീറമാണ്. അതായത് ഈ പിങ്ക് അല്ല, ഒരു റെഡിഷ് ലൈറ്റ് കളറിലുള്ള ഈ ഒരു ബോട്ടിൽ ഡെയിലി കെയർ ഫേസ് സീറമാണ്. അത് പകൽ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. പകൽ എന്ന് വെച്ചാൽ ഡേ ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള സീറമാണ്. ഇനി എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഈ 2 സീറം? 2 സീറത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പഠിച്ചത് വെച്ചിട്ടും ഇതിന്റെ ഒരു പ്രവർത്തനം, നൈറ്റ് സീറത്തിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്താന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോ സാധാരണ ക്രീമുകളൊന്നും രാത്രി ഉപയോഗിച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല എന്ന് പറയും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ചെറിയ സുഷിരങ്ങളുണ്ട്, ഹോൾസ് ഉണ്ട്. അതിലൂടെ നമ്മുടെ സ്കിൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് രാത്രിയില് അത് പ്രശ്നങ്ങൾ വരും. ചില ക്രീമുകൾ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാല് മുഖക്കുരു ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് എക്സസ് ആയിട്ട് ആ പോസിനെ എല്ലാം ക്ലോസ് ചെയ്യുന്നോണ്ടാണ്. ഇനി ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഡെയിലി കെയർ സിറം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. അത് കൂടാതെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെവിനെസ്, ഇപ്പൊ ചിലത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, മുഖത്ത് ക്രീമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം എന്തോ മുഖത്ത് ഞാൻ ഇട്ടു എന്നുള്ള ഒരു ഫീലിംഗ് വരാറുണ്ട്. ചിലർക്ക് ഈവൻ പൗഡർ പോലും ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യും മുഖത്ത് എന്തൊക്കെയോ ഇട്ടുപോയി, എന്തോ ഒരു വെയിറ്റ് തോന്നും. ആ ഒരു ഫീലിംഗ് ഇല്ല. നന്നായിട്ട് ഹൈഡ്രേഷൻ, അതായത് കോശങ്ങളിലെ ഈർപ്പം നിലനിൽക്കുമ്പോഴാണ് നല്ല എന്താ പറയുന്നത് ലൈവായിട്ട് യങ് ആയിട്ട് തോന്നുക. അപ്പൊ അങ്ങനെ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അത് മാത്രമല്ല ഈ ഡേ സീറത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നു, നല്ല ഗ്ലോ കൊണ്ടുവരും, നല്ല തിളക്കമാർന്ന ചർമ്മം കൊണ്ടുവരും. ഇന്നിട്ടിട്ട് നാളെ ചോദിക്കരുത് അയ്യോ ഇത് വന്നില്ലല്ലോ എന്ന്. കുറച്ച് സമയം എടുക്കും. എന്താന്ന് വെച്ചാൽ ഇത് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിൽ ചെന്ന് ഉള്ളിലെ ലെയേഴ്സിൽ നിന്നുമാണ് നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരുന്നത്. സ്കിന്നിനൊരു ഈവൻ ടോൺ,
ശരിക്കും പറഞ്ഞാൽ മുഖത്ത് പല സമയത്ത് പല വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുഖത്തൊക്കെ കുറെ പാച്ചസ് വരും, അവിടെ ഇവിടെയൊക്കെ കുറെ സ്പോട്ടുകൾ വരും. അതുകൂടാതെ ഏജ് അനുസരിച്ചും കുറെ മാറ്റങ്ങൾ വരും. ചിലര് എന്താ പറയുന്നത്, ഒരു 45 പീരിയഡ്സ് മെനോപോസ് ഒക്കെ ആകുന്നതിനോട് അടുപ്പിച്ച് മുഖത്ത് പാടുകൾ വരും. പണ്ട് കാലത്തെ സ്ത്രീകൾ പറയും കഷ്ടകാലം തുടങ്ങിയതാണെന്ന്. കഷ്ടകാലമല്ല, കുറെ അതായത് ഹോർമോണൽ വ്യത്യാസം കാരണം ശരീരത്തിൽ വരുന്ന കുറെ മാറ്റങ്ങൾ കാരണം സ്കിന്നിലും കുറച്ച് മാറ്റങ്ങൾ വരുന്നു. ഒരു പെൺകുട്ടി പീരിയഡ്സിലേക്ക് കടന്നു വരുമ്പോഴും അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ഒരു ടീനേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും അവരുടെ ഫുൾ സ്കിന്നും മുഖം എല്ലാം ആകപ്പാടെ ഒരു മാറുന്ന ഒരു ഫേസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയം പോലെ തന്നെയാണ് ഈ ഒരു സമയം. പല സമയങ്ങളിൽ പല പ്രശ്നങ്ങൾ ഫേസിൽ വരാം. അതായത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് സ്ത്രീകളില് കവിളിന്റെ 2 ഭാഗത്തും എന്താ പറയുന്നത്, നമ്മുടെ കണ്ണിനോട് തൊട്ട് താഴെയായിട്ട് കറുത്ത പാടുകള്, മൂക്കിന് കുറുകെ കറുത്ത പാട് വരും. ഇതൊക്കെ വരുന്നത് ആ ഹോർമോണൽ ചേഞ്ചസും വ്യത്യാസവും ഒക്കെ വരുന്ന കാരണമാണ്. അപ്പൊ സ്കിന്നിൽ ഒരു ഈവൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പ്രായം കൂടുന്നതനുസരിച്ച് ചില ലൈൻസ് മുഖത്ത് അപ്പിയർ ചെയ്യും, അതുപോലെ തന്നെ ചുളിവുകൾ വന്നു തുടങ്ങും. അപ്പൊ ഈ ചുളിവുകളൊക്കെ വന്ന് തുടങ്ങുന്നതിന്റെ അത് ഏജിങ് പ്രോസസ് ആണ്. അത് സ്കിന്നിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ, അതിനെയൊക്കെ തടയാൻ സാധിക്കുന്നതാണ് ഈ സീറം. ഇനി എന്തിന് നമ്മൾ സീറം യൂസ് ചെയ്യണം? എന്തിന് സീറം യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാല് ഒരു ദിവസം നമ്മുടെ സ്കിന്ന്, നിങ്ങൾ പുറത്തേക്കൊന്ന് യാത്ര ചെയ്തിട്ട് വന്നതിന് ശേഷം നമ്മുടെ മേക്കപ്പ് റിമൂവർ വൈപ്സ് ഇട്ട് മുഖം കഴുകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ആ വൈപ്പിലോട്ട് നോക്കിയാൽ മതി, എത്ര മാത്രം ചെളി നമ്മുടെ ഫേസിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. എൻവയൺമെന്റൽ പൊല്യൂഷൻ, നല്ല യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടികളിൽ യാത്ര ചെയ്ത് ഒരുപാട് വണ്ടികളുള്ള സ്ഥലത്താണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എന്താ സൂട്ട്, സ്മോക്ക് എന്നൊക്കെ പറയുന്ന സാധനം, ഇതെല്ലാം നമ്മുടെ ഫേസിലേക്കാണ് അടിച്ച് ഫേസിലേക്ക് ആയിത്തീരും. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികള്, സൂര്യനിലെ രശ്മികള്, UVA റേസ്, UVB റേസിനെ കുറിച്ചും പറയാറുണ്ട്. ഒന്ന് ഏജിങ് റേസ് ആണ്, ഒന്ന് ബേണിംഗ് റേസ് ആണ്. ഒന്ന് പ്രായം കൂട്ടും, മറ്റേത് സ്കിന്നിനെ ബേൺ ചെയ്യും. ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊള്ളലേപ്പിച്ച് കഴിയുമ്പോൾ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ആകും. ഇത് മാത്രമല്ല, സ്ട്രെസ് കണ്ടീഷൻ, ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കുന്നവർക്ക് സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ ഒരു നാച്ചുറൽ ഏജിങ് പ്രോസസ്സും ഉണ്ട്. അപ്പൊ സ്ട്രെസ്സും നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഗ്ലോയെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് കൂടി ഉണ്ടാവണം. ഇനി ഇത് പല പ്രശ്നങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് ഒരു ഡൾനെസ് വരും, ഒരു ഇരുളിമ വന്നു തുടങ്ങും, ഒരു അൺഈവൻ ടോൺ ആകും. അത് കൂടാതെ ഫൈൻ ലൈൻസ്, കുറെ ലൈൻസ് മുഖത്ത് അപ്പിയർ ചെയ്യും. അത് മാത്രമല്ല ചുളിവുകൾ വീണു തുടങ്ങും സ്കിന്നില്. അപ്പൊ അത് ഏജിങ് പ്രോസസ്സിനോടനുബന്ധിച്ച് ഇതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സീറം. ഇനി സീറത്തിനകത്ത് എന്താ ഉള്ളത്? സീറം കേൾക്കുമ്പോൾ എന്തോ ഒരു പുതിയ വാക്ക് പോലെ, ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും ഉള്ളത് എന്നുള്ള ഒരു ചിന്ത വരും. പലതരത്തിലുള്ള സീറംസ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സീറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് റൈസ് ബ്രാൻ ഓയിലാണ് ഉള്ളത്. റൈസ് ബ്രാൻ ഓയിലിന്റെ ഗുണങ്ങൾ പറഞ്ഞ് ആർക്കും തരേണ്ട കാര്യമില്ല. പ്യൂർ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, അതായത് സൂര്യകാന്തി പൂവിൽ നിന്നും അതിന്റെ സീഡ്സിൽ നിന്നും എടുത്ത ഓയിലുണ്ട്. അത് കൂടാതെ പാല് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യും? നമ്മുടെ മുഖത്തെ ചർമ്മത്തിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഹൈഡ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ കോശങ്ങൾക്കുള്ളിൽ ഈർപ്പം കൊണ്ടുവരും. ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും സെൽസ് എല്ലാം, കോശങ്ങൾ നല്ല ലൈവ് ആകും. അപ്പം അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം, ഈ 3 സാധനങ്ങളും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് തരുന്ന ആന്റി ഓക്സിഡൻസ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ ഷീൽഡ് ചെയ്യും, അതായത് പ്രൊട്ടക്ട് ചെയ്യും, അതിനെ സംരക്ഷിക്കും. ഈ പുറത്തുനിന്നുള്ള എൻവയൺമെന്റൽ പൊല്യൂഷൻ ആയിക്കോട്ടെ, സൺബേൺസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് നെല്ലിക്ക, മഞ്ഞള്, നീം നമുക്ക് എല്ലാവർക്കും അറിയാം, ആര്യവേപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് സ്കിന്നിന് ഉള്ള നല്ല ഒരുപാട് ഗുണം ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉള്ള
എന്തെങ്കിലുമൊക്കെ നമ്മുടെ പോഴ്സിലൊക്കെ പോയി ഇരുന്നിട്ട് അത് ഇൻഫെക്ഷന്റെ തരത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല സ്ഥാനമാണ് നീമ. ഇനി അടുത്തതാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആന്റി ഓക്സിഡൻസിന്റെ രൂപത്തിൽ ഫങ്ഷൻ ചെയ്യുന്നു. ഇനിയും സ്കിന്നിന് ഒരു തിളക്കം കിട്ടണം, ഒരു ഗ്ലോ വരണം. ആ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഓറഞ്ച് പീൽ. ഓറഞ്ച് പീൽ നമുക്കറിയാം, ഓറഞ്ച് പീലായിട്ട് പൊടി, ഓറഞ്ചിന്റെ തൊലി പൊടിച്ചത് കിട്ടാറുണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ധാരാളം വൈറ്റമിൻ സി ഉള്ളതാണ്. ഇത് നല്ല ഒരു ഗ്ലോ സ്കിന്നിന് തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഓറഞ്ച് പീല്. ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ച സാധനം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നാഗകേസരം എന്ന് പറയുന്നത് നാഗകേസരമാണ്. നാഗകേസരം തന്നെയാണ് പറയുന്നത്. ഇതും ഒരുപാട് ആയുർവേദത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. നാഗകേസരം എന്നാണ് മലയാളം. കേസർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുങ്കുമം. കുങ്കുമപ്പൂവ് പാലില് ഇട്ട് കഴിക്കുക. നമ്മുടെ കേസർ തണ്ടായിക്കകത്തൊക്കെ ഉണ്ട്, സ്കിന്നിന് ഗ്ലോ കിട്ടാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിന്നിന് നന്നായിട്ട് ഒരു ഗ്ലോ, ഒരു തിളക്കം, ഒരു കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അത് പതുക്കെയാണ് അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് വരുന്നത്. അതിന്റെ എഫക്റ്റ് വരുന്നത് പെട്ടെന്ന് വരില്ല. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനുള്ള ഒരു ഗുണമാണ്. അവരുടെ എഫക്റ്റ്, ആ എഫക്റ്റ് വന്നാൽ കുറെ കാലം നിൽക്കുകയും ചെയ്യും. അതേസമയത്ത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് പെട്ടെന്ന് എഫക്റ്റ് വരും. അതുപോലെ തന്നെ സൈഡ് എഫക്ട്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഇതെല്ലാം സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരുന്നതാണ്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് എല്ലാവരുടെ മുന്നിൽ. ഇത് ശരി, സീറം എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ അത് പഠിച്ചു, പല സെഷൻസ് കണ്ടു. അത് ലോഞ്ച് ചെയ്തതിന് ശേഷം പ്രിയങ്ക മാം ഡയറക്റ്റ് ആയിട്ട് എടുത്ത സെഷൻസ് ഉണ്ട്. അതുകൂടാതെ പിന്നീടുള്ള ഒരുപാട് ആൾക്കാരുടെ ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്, ബ്യൂട്ടീഷ്യന്മാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പഠിച്ചെടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ തെറ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. നന്നായിട്ട് ഫേസ് കഴുകി, ഇത് ഡേ സിറത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മള് ഫേസ് വാഷ്, നമ്മുടെ നൈസയുടെ ഫേസ് വാഷ് ഉണ്ട്, ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇനി ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 2-3 തുള്ളി കൈവെള്ളയിൽ എടുക്കുക. കൈവെള്ളയിൽ എടുത്തിട്ട് 2-3 തുള്ളി മതി. ഇനി ഓയിലി ഫേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ 2 ഡ്രോപ്സ് മതി. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 ഡ്രോപ്സ് വേണ്ടി വരും. ഫില്ലർ ആണ് അതിനകത്ത്. ഫില്ലർ എടുത്തിട്ട് കൈവെള്ളയിലോട്ട് ഒരു 4 ഡ്രോപ്സ്, ഓയിലി ഫേസ് ഉള്ളവർ 4 ഡ്രോപ്പ്, സോറി ഡ്രൈ സ്കിൻ ഉള്ളവർ 4 ഡ്രോപ്പ്. ഓയിലി നമുക്കറിയാലോ, നമ്മുടെ സ്കിൻ ഓയിലി ആണോ എന്നുള്ളത് നമുക്കറിയാം. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലർക്ക് നെറ്റിയുടെ ഭാഗം, മൂക്കിന്റെ ഭാഗം, ഇവിടൊക്കെ ഓയില്, ചിലപ്പോൾ ഈ കവളിന്റെ ഈ ഭാഗത്തൊക്കെ ഓയിലി ആയിട്ട് തോന്നും. അത് മാറുകയും ചെയ്യും കേട്ടോ. എന്നും ഒരുപോലെ നിൽക്കണമെന്നില്ല. എന്റെ ഫേസ് പണ്ട് നന്നായിട്ട് ഓയിലി ആയിരുന്നു. ഇപ്പൊ ഓയിലി ഫേസ് മാറി കുറച്ച് ഡ്രൈനെസ്സിലേക്ക് വന്നു തുടങ്ങി. ഞാൻ ചിലപ്പോൾ 2-3 ഡ്രോപ്സ് എടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യണം, നെക്ക് ഏരിയയിലും അപ്ലൈ ചെയ്യണം. 2-3 ഡ്രോപ്സ് കൈവെള്ളയിൽ എടുത്തിട്ട് നമ്മുടെ ഒരു ഫിംഗർ ടിപ്പ് എടുത്തിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് പല ഡോട്ട്സ് അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ ഡോട്ട് വെച്ചിട്ടിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക മുഖത്തും. അത് പതുക്കെ, പാഞ്ഞൊന്നും അല്ല, ചെറിയൊരു മോഷനിൽ ഇത് മസാജ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആകുന്ന അറിയാം. നമ്മൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളെങ്കിൽ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ തിളക്കമൊക്കെ തോന്നും. ഇപ്പം ഞാൻ രാവിലെ സിറം ഇടാറുണ്ട്, ഡേ സിറം ഇടും. ഡേ സിറം ഇട്ട് ഇത് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ എഫക്റ്റ് പറയാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് കുറച്ചൊരു ഓയിൽ നമുക്ക് ഒന്ന് ഫേസ് ഓയിലി ആയിട്ട് തോന്നും. ഒരു ചെറിയ ഡാർക്ക്നെസ് ചിലപ്പോൾ ആദ്യം ഒന്ന് വരും. പക്ഷെ അത് സ്കിൻ യൂസ് ടു ആയി കഴിയുമ്പോഴത്തേക്ക് അത് മാറിക്കോളും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ, അതായത് ഡേ സിറം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഉടനെ എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ അത് തേച്ച് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സൺസ്ക്രീൻ ഇടണം. അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും. അത് ഇടാതിരുന്നാൽ നിങ്ങൾക്ക് അതിന് നെഗറ്റീവ് റിസൾട്ട് വരും. എന്താന്ന് വെച്ചാൽ ഇത് ഓയിൽ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ട്. എണ്ണ തേച്ചിട്ട് വെയിലത്ത് ഇറങ്ങിയാൽ എന്താ സംഭവിക്കുക? ആ ഒരു എഫക്റ്റ് സംഭവിക്കും ഫേസിന്. അതായത് കുറച്ചുകൂടെ ഇരുണ്ട് വരും. അപ്പൊ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി നന്നായിട്ട് തേച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഈ പ്രോസസ് എല്ലാം കഴിയണം. അതിനുശേഷം സൺസ്ക്രീന്
ഫേസിൽ അപ്ലൈ ചെയ്യണം. അതൊരു ചെറുതായിട്ട് കുറച്ചെടുത്താൽ മതി. അതെടുത്തിട്ട് ഇതുപോലെ പല സ്പോട്ട് പോലെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫേസിലങ്ങ് അപ്ലൈ ചെയ്ത്. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്നും സ്ക്രീൻ ചെയ്ത് ഒരു മറയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഏതൊരു സാധനം ഉപയോഗിക്കുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പാച്ച് ടെസ്റ്റ് എന്താണ്? 1-2 തുള്ളികൾ എടുത്തിട്ട് എവിടെയെങ്കിലും നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നോക്കണം, ഇതിന്റെ ആപ്ലിക്കേഷൻ മൂലം എന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഇനി പ്രശ്നം ഉണ്ടാകുന്നത് പ്രോഡക്റ്റിന്റെ കുഴപ്പം കൊണ്ടല്ല. ചില ആൾക്കാർക്ക് നല്ല ഇൻഗ്രീഡിയൻസ് അവരുടെ ശരീരത്തിന്, അതായത് അവരുടെ ശരീരത്തിന് സെൻസിറ്റീവ് ആയിരിക്കും. നല്ല ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും അവരുടെ ശരീരത്തിന് അത് അലർജി ഉണ്ടാക്കുന്ന സാധനമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഒന്നും വരില്ല. എന്താന്ന് വെച്ചാൽ എന്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരുപാട് ആൾക്കാരില്ല, ഭയങ്കരമായിട്ട് വളരെ ആയിരക്കണക്കിന് ആൾക്കാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ 1-2 പേർക്ക് ഈ പ്രശ്നം വരുള്ളൂ. ആർക്കും ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് അവർക്ക് അലർജിക്ക് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ്. ഇപ്പം ഒരുപാട് പൂക്കളുണ്ട്, പൂക്കളുടെ സ്മെല്ല്, ചില ആൾക്കാർക്ക് ചില പൂക്കളുടെ സ്മെല്ല് അലർജിയാണ്. സ്മെല്ല് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞുള്ള തലവേദന വരും. അപ്പൊ അങ്ങനെയുള്ള ചില പൂക്കൾക്ക് അതിൻ്റെ അകത്തെ പൊടി, പൂവിന്റെ ഉള്ളിലെ ഈ പരാഗണത്തിലെ പൂക്കളുടെ ഉള്ളിൽ പൊടിയുണ്ട്. ആ പൊടി തുമ്മലും അലർജി പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് ദോഷമല്ല, പക്ഷെ എന്തോ അവരുടെ സ്കിൻ അലർജിക്കാണ്. അപ്പം എന്തായാലും ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങാവൂ. ഇതിനകത്ത് പാച്ച് ടെസ്റ്റ് ചെയ്തിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടത്? ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, കെമിക്കൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഒരു മിനറൽ ഓയിലും ഇല്ല, പാരബിൻ ഇല്ല. പാരബിൻ ഭയങ്കര ദോഷകരമായിട്ടുള്ള ഒരു സാധനമാണ് പാരബിൻ. ഇത് പാരബിൻ ഫ്രീ ആണ്. പാരബിൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. എല്ലാ ഇൻഗ്രീഡിയൻസും പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. എൻവയൺമെന്റിനോടും യോജിച്ച് നിൽക്കുന്ന തലത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 100% നാച്ചുറൽ ആണ്. ഇനിയും പറയാൻ പോകുന്നത് നൈറ്റ് സീറം. ഇനി ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇൻഗ്രീഡിയൻസിലും വ്യത്യാസമുണ്ട്. നൈറ്റ് സീറം കുറച്ചും കൂടെ, അതായത് നമുക്ക് ഡേ സീറം ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസില് സൂര്യരശ്മികൾ മൂലം വരുന്ന നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് തടയാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്താനാണെങ്കിൽ ഈ നൈറ്റ് സിറം ഉപയോഗിക്കുന്നത് രാത്രി സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവനും ഒരു പ്രോസസ്സ് പോകുന്നത് ഒരു റിപ്പയറിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. വന്നിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും, അതായത് പകല് സമയത്ത് സ്കിൻ നേരിട്ടിട്ടുള്ള എന്ത് പ്രശ്നത്തിനെയും അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇത് ശ്രമിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം ഒരു റെസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോവാണ്. ആ സമയത്താണ് നമ്മൾ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്ത് ആ റിപ്പയർ നടത്തുന്നത്. ന്യൂട്രിചാർജ് വ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിക്കുന്ന സമയം എപ്പോഴാണ്? രാവിലെ അല്ല അത് കഴിക്കുന്നത്, അത് രാത്രിയിലാണ് കഴിക്കുന്നത്. രാത്രി കഴിച്ചതിന് ശേഷം നമ്മുടെ കണ്ണിനൊരു റെസ്റ്റ് കിട്ടണം, എന്നാലേ അത് നന്നായിട്ട് അബ്സോർബായി അതിന് ചെയ്യേണ്ട പ്രവർത്തനം അത് കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. സെയിം അതേ കാര്യം ഓർത്താൽ മതി. ഈ നൈറ്റ് സിറം രാത്രിയാണ് ഉപയോഗിക്കേണ്ടത്. രാത്രി സമയത്ത് ഇത് ഉപയോഗിക്കുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ സ്ലീപ്പ് റിപ്പയർ റിപ്പീറ്റ്. അതായത് രാത്രി ഉറങ്ങുന്നു, ആ സമയത്ത് റിപ്പയർ ചെയ്യുന്നു, പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും നൈറ്റ് സിറം ഇട്ടാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ ഒരു മാറ്റം അറിയാം. പിന്നെ അത് പകൽ സമയത്ത് പെട്ടെന്ന് അത് അങ്ങ് പോകും. എന്നാലും അത് കണ്ടിന്യൂസ് യൂസേജ് കൊണ്ട് മാത്രമേ നമുക്ക് ആ സിറത്തിന്റെ എഫക്റ്റ് നന്നായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ട് ഉള്ള നമ്മുടെ ശരിക്കും നമ്മുടെ സ്കിന്നിനുള്ള ആ ഒരു ഗ്ലോ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഈ പറയുന്ന നൈറ്റ് സിറം. ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും സ്കിന്നിനെ. അത് മാത്രമല്ല സ്കിന്നിനെ നല്ല ബ്രൈറ്റ്നെസ് കൊണ്ടുവരും, നല്ല തിളക്കം, നല്ല ബ്രൈറ്റ് ആയിട്ട് ആക്കിക്കൊണ്ടുവരും. വർഷങ്ങളായിട്ട് നമ്മളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ സ്കിന്നിൽ സംഭവിച്ച ടാനിങ്, അത് കൊണ്ട് മൂലം നമ്മുടെ ഫേസിൽ വന്ന ഇരുളിമ,
നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ചില ആൾക്കാരെ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പഴയ ഫോട്ടോകള് ഒരു 10-20 വർഷം മുന്നിലത്തെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് അയ്യോ അന്ന് എന്റെ മുഖം എന്ത് ഇതായിട്ടായിരുന്നു, എന്ത് സുന്ദരിയായിരുന്നു അല്ലെങ്കിൽ സുന്ദരനായിരുന്നു നമ്മള് മനസ്സിൽ ചിന്തിക്കാറുണ്ട്. ആരോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അയ്യോ അന്ന് ഇപ്പൊ എന്റെ പരുവം കണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇത് കാലാകാലങ്ങളിൽ സ്കിന്നിൽ സംഭവിച്ച കുറെ മാറ്റങ്ങൾ നമ്മുടെ അശ്രദ്ധ മൂലം ശരിക്കും ഒരുപാട് മാറ്റം സ്കിന്നില് വന്നിട്ടുണ്ട്. ഞാൻ ഒക്കെ ഇപ്പൊ ചിന്തിക്കും ഒരു 4 വർഷം ഉണ്ടായിരുന്ന എന്റെ ഫേസ് അല്ല ഇന്നത്തെ. ഒരുപാട് ആ ഒരു പഴയ എന്താ പറയുന്നത് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് കുറച്ചുകൂടെ കൺവേർട്ട് ചെയ്തു. 4 വർഷം മുന്നേ ഉള്ള ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ പലപ്പോഴും നോക്കിയിട്ട് ചിന്തിച്ചിട്ടുണ്ട്, ഒന്നും അപ്ലൈ ചെയ്യാതിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടാനിങ്ങും അതുപോലെ തന്നെ ഫേസിൽ എന്തൊക്കെയോ കുറെ വ്യത്യാസങ്ങള് അത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു ഈവൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യും. സ്കിന്നിന് നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു കുളിർമയും നല്ലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ റിങ്കിൾസ് ചുളിവുകൾ വരുന്നതും ഫൈൻ ലൈൻസ് വരുന്നതിനെ ഒക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇനി എന്തിനാണ് ഈ സിറം യൂസ് ചെയ്യേണ്ടത്? ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുകൾ നമ്മൾ പകൽ സമയത്ത് നേരിട്ടത് അതിൽ നിന്നും ഒക്കെ തിരിച്ച് നമ്മുടെ സ്കിന്നിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് നൈറ്റ് സിറം. ഹാംഫുൾ റേസ് നമ്മുടെ സ്കിന്നിനെ ബാധിച്ചിട്ടുണ്ടാകാം. പകൽ സമയത്ത് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച സമയം ഉണ്ടായിരിക്കും. നമ്മുടെ ഫേസ് ആകെപ്പാടെ അങ്ങ് മാറും. ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് ഒരു മണിക്കൂർ നിങ്ങളൊന്ന് നിന്നേ നിങ്ങളുടെ ഫേസ് ആകെപ്പാടെ മാറിപ്പോകും. പിന്നെ ഒരു നാച്ചുറൽ ഏജിങ് പ്രോസസ്സ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം തിരിച്ച് ആ ഡൾനെസ്സിനെ മാറ്റാനും സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനും ചുളിവുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ മാറ്റാനും ഇതിന് കഴിയും. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കുക. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിലെ നീം നമുക്കറിയാം. ആര്യവേപ്പ്, മഞ്ചിസ്ത എന്ന് പറയുന്ന ഇത് ഒരു ഇത് നമ്മൾ ഒരു ആയുർവേദിക് ആയിട്ടുള്ള എല്ലാ പല സാധനങ്ങളിൽ അതായത് മെഡിസിൻസിലൊക്കെ മഞ്ചിസ്ത യൂസ് ചെയ്യുന്നുണ്ട്. മഞ്ചിസ്ത എന്ന് തന്നെയാണ് മലയാളത്തിലും അതിനെ പറയുക. ഇത് യൂസ് ചെയ്യുന്ന പല ആയുർവേദിക് മെഡിസിൻസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ നിന്നും കഴിച്ചിട്ട് പോലും പല മാറ്റങ്ങൾ സ്കിന്നിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു സാധനമാണ് വെറ്റിവർ എന്ന് പറയുന്നതാണ് രാമച്ചം നമുക്കറിയാം. ഇതിന്റെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. മഞ്ചിസ്ത പോലും ഇത് സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പൊടിയൊക്കെ പലപ്പോഴും ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. വെറ്റിവർ ആണ് രാമച്ചം. ഇതെല്ലാം സ്കിന്നിന്റെ ടോണിനെ ഇംപ്രൂവ് ചെയ്യാൻ നല്ലൊരു എന്താ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കിൻ ടാനിങ് മൂലം നമ്മുടെ സ്കിന്ന് ഇരുണ്ടിട്ടുണ്ടാവും, ഡാർക്ക്നെസ് വന്നിട്ടുണ്ടാകും. അതിനെയൊക്കെ മാറ്റി ഒരു ഗ്ലോ കൊണ്ടുവരാൻ, ഒരു വെളുപ്പ് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഫീൽ ചെയ്യും. അപ്പോ അതാണ് ഇതിന്റെ അകത്തെ ഇൻഗ്രീഡിയന്റ്. സ്കിന്നിന് ഒരു ഈവൻ ടോണ് കൊടുക്കുകയും നല്ലൊരു കോംപ്ലക്ഷൻ, ഒരു നമ്മുടെ ആ ഒറിജിനൽ കോംപ്ലക്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. ഇനി ഇതിനകത്ത് മറ്റൊരു സാധനം ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ നമുക്കറിയാം. എല്ലാ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഈ പറയുന്ന റൈസ് ബ്രാൻ ഓയില്. പിന്നെ മഹുവ ഛാൽ എന്ന് പറയുമ്പോൾ ഇലിപ്പ എന്ന് പറയും. ഇലിപ്പയുടെ ഈ നമുക്കറിയാം ഈ മരങ്ങളുടെ പുറത്തെ ആ ഒരു തൊലി ഭാഗം, അത് ഛാൽ എന്ന് പറയുന്നത് അതാണ്. തൊലിയുടെ അതെടുത്തിട്ടാണ് അത് ഉണക്കി പൊടിച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇലിപ്പ എന്നാ ഇതിനെ പറയുന്നത്. ഇതും സ്കിന്നിന് നല്ല വ്യത്യാസങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന ഇലിപ്പ. പിന്നെ അത് കൂടാതെ ഇതിനകത്തുള്ളതാണ് മിൽക്ക്, പാല്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് സ്കിന്നിന്, അതുകൊണ്ടാണ് പറയുന്നത് സിറം ഒരുപാട് തേക്കണ്ട, നല്ലൊരു ഓയിലിനെസ്സും ഹൈഡ്രേഷനും കൊണ്ടുവരാൻ നമുക്ക് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മതി. അപ്പം പകല് സമയത്ത് ഒരുപാട് ചൂടത്ത് വെയിലത്ത് നടന്നിട്ട് നമ്മുടെ കോശങ്ങളിൽ നിന്നും സ്കിന്നിൽ നിന്നും മോയ്സ്ചർ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം തിരിച്ച് രാത്രി സമയങ്ങളിൽ റീസ്റ്റോർ ചെയ്ത് സെൽസിനെ എല്ലാം നന്നായിട്ട് ലൈവ് ആക്കാൻ സഹായിക്കും. നമുക്കറിയാം ചില കോശങ്ങള് ഒരു ചെടിയിൽ നിന്നാണെങ്കിൽ പോലും വെള്ളം മൊത്തം പോയി കഴിയുമ്പോൾ എന്താ, ചെടി വാടി വിട്ടു നിൽക്കും.
നമ്മൾ തണലത്തോട്ട് മാറ്റി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പതിയെ 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 അത് നൂർന്ന് ഫ്രഷ് ആയിട്ട് വരും. അപ്പൊ ആ ഒരു എഫക്റ്റ് തന്നെയാണ് രാത്രിയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്. ജെറേനിയം എന്ന് പറയുന്ന ഒരു പൂക്കളുണ്ട്. ജെറേനിയം ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. റോസ് പെറ്റൽസ്, അതുപോലെ തന്നെ അലോവേറ. ഇതെല്ലാം സ്കിന്നിന് നല്ല ഒരു സ്മൂത്ത്നെസ്, ഒരു സൂതിങ് എഫക്റ്റ് കൊടുക്കും, ഒരു നല്ല കാം ഫീലിംഗ് കൊടുക്കും. നമ്മുടെ സ്കിന്നിൽ ഒരു വലിച്ചിലും എന്താ പറയുന്നത് ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ മുഖത്താണെങ്കിൽ പോലും സ്കിൻ വലിയുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു ഇറിറ്റേഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. ഈ നൈറ്റ് സിറം ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ല ഒരു സോഫ്റ്റ്നെസ്. ഒരു കോള് വന്നതാണ്. അപ്പം ഇട്ടതിന് ശേഷം വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. അത് കൂടാതെ അലോവേറ നമുക്കറിയാം, അലോവേറയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ഈ കാര്യങ്ങളും സ്കിന്നിന് നല്ല ഒരു പ്യൂരിഫയർ ആണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്, എന്തെങ്കിലും കേടുപാടുകൾ നമ്മുടെ സ്കിന്നിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കേടുപാടുകളെ മാറ്റി അതിനെ തിരിച്ച് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാധനമാണ് ഈ പറയുന്ന തുളസിയും ആര്യവേപ്പും. അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തുളസിയുടെ ഇല നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആര്യവേപ്പ് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരച്ച മഞ്ഞളുമായിട്ട് ചേർത്ത് നമ്മൾ ഇടാറുണ്ട്. അത് മാത്രമല്ല, തുളസി എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതും മഞ്ഞളും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് അതിന്റെ നീരെടുത്ത് കഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്കിന്നിന് ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ്. ഇനി യൂസ് ചെയ്യേണ്ട രീതി, ഇതും ഫേസിൽ അപ്ലൈ ചെയ്യുക, അതായത് ഫേസ് വാഷ് ചെയ്യുക, 2-3 ഡ്രോപ്സ് എടുക്കുക. അത് ഇങ്ങനെ പറയുന്നതിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് വെച്ചാല്, നമ്മുടെ ഡേ സിറം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് കഴുകുക. ഫേസ് കഴുകിയതിന് ശേഷം ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ വേറെ ഒന്നും ഇടണ്ട, ഡയറക്റ്റ് സിറത്തിലേക്ക് പോകാം. ഇനിയും ഓയിലി സ്കിൻ അല്ല, കുറച്ച് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ ആദ്യം ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും ഇടാം. നിങ്ങൾക്ക് എന്താ പറയുന്നത്, നമ്മുടെ അലോവേറയുടെ ക്രീമോ അല്ലെങ്കിൽ മൊരിങ്ങ ക്രീമോ ഇടാം. ഡ്രൈ ആയിട്ടുള്ളവർക്കാണ് ഈ പറയുന്നത്. അല്ലാത്തവര് ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് സീറം അപ്ലൈ ചെയ്യുക. സീറം അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറത്തോട്ട് സൺസ്ക്രീൻ ഇടുക. സൺസ്ക്രീൻ ഇടേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ സീറത്തിന്റെ ഫുൾ എഫക്റ്റ് അകത്തേക്ക് പോയത് പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങി വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് മുഴുവനും അങ്ങ് പോകും. അതിന്റെ റിവേഴ്സ് എഫക്റ്റും കൂടെ ഉണ്ടാകും. അപ്പൊ സൺസ്ക്രീൻ ഇടണം. ഇനി വൈകിട്ടത്തെ സീറം ഇടുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ചില ആൾക്കാർക്ക്, അതായത് ഗ്ലോ പ്രോസ് ഡിലൈറ്റ് എന്നും ഉപയോഗിക്കുന്നവരുണ്ട്. അവരത് ചെയ്യേണ്ടത്, ഇനി ക്രീം ഇടണ്ട, ക്രീം ഇട്ടാൽ കുറച്ചുകൂടെ ഓയിലി ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാവുന്ന രാവിലത്തെ സിറം ഇടുമ്പം ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്ലോ പ്രോസ് ഡിലൈറ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, നെക്ക് വരെ അങ്ങ് അടിക്കുക, ടാപ്പ് ചെയ്യുക. അപ്പൊ അതാകുമ്പോൾ പിന്നെ ഈ ഓയിലിനെസ് ഇല്ല. നമുക്കറിയാം ഈ നമ്മുടെ ഗ്ലോ പ്രോസ് ഡിലൈറ്റിന് അത് ഇടുക. അതിനുശേഷം സിറം ഇടുക, സിറം ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടുക. അപ്പൊ ഇത് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പം ചൂട് ഭയങ്കരമായിരിക്കും. അപ്പം നമ്മുടെ സെൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ് ആദ്യം ഗ്ലോ പ്രോസ് ഡിലൈറ്റ് ഇടുന്നത്. അത് ടാപ്പ് ചെയ്ത് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഗ്ലോ പ്രോസ് ഡിലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പോകും. അതിനുശേഷം സീറം ഇടുക. ഇനി അതിനും ഏറെ റഫ്നെസ് ഉള്ളവർ മാത്രം ഗ്ലോ അപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ക്രീം ഉപയോഗിക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സീറത്തിലേക്ക് പോകാം. സീറം കഴിഞ്ഞാൽ സൺസ്ക്രീന്. ഇനി അടുത്തത്, വൈകിട്ടത്തേത് ഇടുന്ന സമയത്ത് ചെറിയ മാറ്റമുണ്ട്. വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പാണ് ഈ സാധനം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് നമ്മൾ വൈകുന്നേരം ആയിരിക്കും കുളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വിയർക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലോ പ്രോസ് ഡിലൈറ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട്
നമ്മുടെ മേക്കപ്പ് റിമൂവർ വൈപ്സ് ഇട്ട് നന്നായിട്ട് മുഖം ഒന്ന് തുടയ്ക്കുക. എന്ന് വെച്ചാൽ രാത്രി റിപ്പയറിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പം ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് ഉപയോഗിച്ചിട്ട് അത് വെച്ച് എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് ക്ലെൻസറുമാണ് ടോണറുമാണ്. അപ്പൊ രാവിലെ നമ്മളൊരു ടോണിങ് എഫക്റ്റ് കൊടുത്തു, വൈകിട്ട് നമുക്കത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ക്ലീൻ ആകും. ക്ലീൻ ആയി കഴിയുമ്പോൾ നമുക്ക് നൈറ്റ് സിറം അപ്ലൈ ചെയ്യുക. പിന്നെ ഒന്നും ചെയ്യേണ്ട, വേറെ ഒന്നും ഇടരുത്. നൈറ്റ് സിറം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തിട്ട് കിടന്നാൽ മതി. വേറെ ഒന്നും അതിന്റെ പുറത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഈ 2 രീതിയിലാണ്. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല, മിനറൽ ഓയിൽ ഇല്ല, പാരബിൻ ഇല്ല, എക്കോ ഫ്രണ്ട്ലി ആണ്, 100% നാച്ചുറൽ ആണ്. അപ്പൊ ഇത് എന്താ പറയുന്നത്, എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഉപയോഗിക്കേണ്ട ഡേ സീറവും രാത്രി ഉപയോഗിക്കേണ്ട നൈറ്റ് സീറവും. പകല് ഉപയോഗിക്കേണ്ട സാധനത്തിനാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. സൺസ്ക്രീൻ വേണം അതിന്റെ കൂടെ എന്നുള്ളത്. അപ്പോ അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. മോർണിംഗിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷ് ഉപയോഗിച്ച് അത് രാവിലെ തന്നെ ഇത് ഇടണം. ഒരു ഉച്ച സമയമായിട്ടൊന്നല്ല. ആ സമയത്തേക്ക് പിന്നെ നിങ്ങളുടെ സ്കിൻ ഒരുപാട് ടാൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പുറത്തോട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല. രാവിലെ തന്നെ ഇടണം. ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തു, നന്നായിട്ട് ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ സ്കിൻ ഒന്ന് ടൈറ്റ് ആയി. അതിനുശേഷം ആവശ്യമുള്ളവര് ക്രീം ഉപയോഗിക്കുക. ഓയിലി ഫേസ് ഉള്ളവർ ഉപയോഗിക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് കൈവെള്ളയിൽ സീറം എടുത്തിട്ട് കുറെ സ്പോട്ട്സ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. കഴുത്ത് വരെ ഇടണം. അതിനുശേഷം സൺസ്ക്രീൻ ഇടുക. ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക. നൈറ്റ് സീറത്തിന്റെ പ്രത്യേകത നമുക്ക് വൈകുന്നേരത്തെ കാര്യമാണ്. അത് സിമ്പിൾ ആണ്. അതിന്റെ മുഖം നന്നായിട്ട് അവിടെയും ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് ഉപയോഗിച്ചിട്ട് വൈപ്സ് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് നൈറ്റ് സിറം അപ്ലൈ ചെയ്താൽ മതി. ഇത് വളരെ നല്ല എഫക്റ്റ്. ഈ ഒരു റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും യൂട്യൂബില് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കീസോർ ഒറിജിനൽ എന്ന് പറയുന്ന ഇതില് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട്. പക്ഷെ ഹിന്ദി ആയിരിക്കും. മലയാളം കുറച്ച് പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയായിരുന്നു ഇന്ന് സീറത്തിനെ കുറിച്ച്. ഇനിയിപ്പോ ഡൗട്ട്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാതെ നമുക്ക് ഇതിന്റെ റിസൾട്ട് പറയാനാവില്ല. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. പെട്ടെന്ന് എഫക്റ്റ് വരില്ല എന്നുള്ളത് മനസ്സിലാകണം. നിങ്ങളുടെ സ്കിൻ ഇതിനോടൊന്ന് യൂസ് ടു ആവണം. നമ്മൾ ഇന്ന് വരെ ഉപയോഗിക്കാത്ത സാധനമായിരിക്കും. അപ്പൊ സ്കിൻ ഇതിനോട് ഒന്ന് മെർജ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു റിസൾട്ട് വരുള്ളൂ. എന്തായാലും സമയം എല്ലാവർക്കും മീറ്റിങ്ങിന് പോകേണ്ടതായിട്ടും കൂടിയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRCM, ജയ് കിസോ.